PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശനിയാഴ്ച അതായത് 31 മെയ് 2025 നടന്ന ഫീൽഡ് അസിസ്റ്റൻറ്റ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് PSC നടത്തിയിട്ടുള്ള പരീക്ഷയുടെ കാറ്റഗറി നമ്പർ 473/2024 PSC തന്നെ തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയാണ് വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറും മനസ്സിലാക്കുക. ഓക്കെ, ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഇനി ഇതിൻ്റെ കറക്ഷനൊക്കെ കഴിഞ്ഞ് ഫൈനൽ ആൻസർ കീ പിന്നീട് PSC തന്നെ പബ്ലിഷ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരങ്ങളിലേക്കും കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, in iron toxic laterite soils of Kerala, which of the following silica sources is recommended as soil amendment to improve rice yields? D ആണ് all of the above എന്നുള്ളത്. ഇനി 2, what is the general fertilizer recommendation for high yielding medium duration rice varieties in wetland conditions as per KAU package of practices? അത് A ആണ് അതിൻ്റെ ആൻസർ. 90:45:45 കിലോഗ്രാം നൈട്രജൻ, N:2P2O5 K2O എന്നുള്ളത്. ഇനി 3, വാട്ട് ഡസ് LEISA സ്റ്റാൻഡ് ഫോർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഫാമിംഗ് പാർട്ടിക്കിൾസ്? C ആണ് ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. 4, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്വീറ്റ് പൊട്ടറ്റോ വെറൈറ്റി ഈസ് ബയോ ഫോർട്ടിഫൈഡ്? A ആണ് പൂസോണ. 5, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ അഗ്രികൾച്ചർ? ഇവിടെ തന്നിരിക്കുന്നതിൽ 1, 2, 3 മാത്രമാണ്. C ആണ് ഉത്തരം. ഇനി 6, ഗ്രോയിങ് പെർനിയൽ ആനുവൽ ബൈനിയൽ ക്രോപ്സ് ഓഫ് ഡിഫറെൻറ്റ് ഹൈറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് റൂട്ടിംഗ് പാറ്റേൺസ് അറ്റ് ദ സെയിം ടൈം ഓൺ ദ സെയിം ലാൻഡ് ഈസ് കോൾഡ്? A മൾട്ടി സ്റ്റോറി ക്രോപ്പിംഗ്. 7, വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിഫൈൻസ് വാട്ടർ യൂസ് എഫിഷ്യൻസി ആൻഡ് ഇറ്റ്സ് യൂണിറ്റ്? B ആണ് വാട്ടർ യൂസ് എഫിഷ്യൻസി ഈസ് ക്രോപ്പ് yield പെർ യൂണിറ്റ് ഓഫ് വാട്ടർ യൂസ്ഡ് പെർ യൂണിറ്റ് ഈസ് കിലോഗ്രാം പെർ HAMM എന്നുള്ളത്. ഇനി 8ാമത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് ഫീൽഡ് കപ്പാസിറ്റി ഈസ് കൺസിഡർ ആസ് ദ അപ്പർ ലിമിറ്റ് ഓഫ് വാട്ടർ അവൈലബിലിറ്റി ടു പ്ലാന്റ്സ്. ഇനി 9, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ്സ് ഈസ് നോൺ ടു പ്രൊഡ്യൂസ് ദ അലിലോകെമിക്കൽ ജഗ്ലോൺ വിച്ച് ഇൻഹിബിറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് നിയർ ബൈ പ്ലാന്റ്സ്? C ആണ് ബ്ലാക്ക് വാൾനട്ട്. 10, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഹൈലി മൊബൈൽ ന്യൂട്രിയൻസ് ഇൻ സോയിൽ? ഒന്നാമത്തെ മാത്രമേ ഉള്ളൂ NO3- എന്നുള്ളത്. A ആണ് ഉത്തരം. 11, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഫൗണ്ടേഷൻ സീഡ് ഈസ് കറക്റ്റ്? B ആണ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ജനറേഷൻ സീഡ് ഡിറൈവ്ഡ് ഫ്രം ബ്രീഡർ സീഡ്. ഇനി 12, മാച്ച് ദ ഫോളോയിങ് ക്രോപ്സ് വിത്ത് ദ റെസ്പെക്റ്റീവ് സീഡ് സർട്ടിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ഇൻ ടേംസ് ഓഫ് ജനറ്റിക് പ്യൂരിറ്റി. അപ്പോൾ ഇവിടെ 2 കോളം തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേന് D, രണ്ടാമത്തേന് C, മൂന്നാമത്തെ B, നാലാമത്തെ A. ഇനി 13, ഡ്യൂറിംഗ് ഫീൽഡ് ഇൻസ്പെക്ഷൻ ഓഫ് സർട്ടിഫൈഡ് സീഡ് പ്രൊഡക്ഷൻ ഇൻ കൗപ്പി ദ മാക്സിമം പെർമിറ്റഡ് ഓഫ് ടൈപ്സ് ഈസ് 0.2%. C ആണ്. 14, അസേഷനും റീസണും തന്നിട്ടുണ്ട്. അത് രണ്ടും ട്രൂ ആണ്. റീസൺ അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. അപ്പോൾ A ആണ് ഉത്തരം. 15, ഏത് പെയേഴ്സാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തേക്കണേ എന്നുള്ളത് ഒന്നാമത്തെയാണ്. ബ്രീഡർ സീഡ് എന്നുള്ളത് ഗോൾഡൻ യെല്ലോ. B ആണ് ഉത്തരം. ഇനി 16, വിച്ച് ഓഫ് ദ ഫോളോയിങ് institutions has the power to advise the central government on matters related to seed development under the Seed Act? B, Central Seed Certification Board. ഇനി 17, a seed producer of sunflower is found violating the provisions of the Seeds Control Order 1983. What actions may be taken എന്നുള്ളതിന് 1, 2 ആണ്. C ആണ് ഉത്തരം. ഇനി 18, arrange the following legislations and acts in the order of their implementation. അപ്പോൾ ഇതിൽ ആദ്യം സീഡ് ആക്ട്, പിന്നെ സീഡ്സ് കൺട്രോൾ ഓർഡർ, പിന്നെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അണ്ടർ PPV ആൻഡ് FR ആക്ട്, പിന്നെ 2 സീഡ് ബിൽ എന്നുള്ളത്. ഇനി 19, മെസ്സേഷനും റീസണും തന്നിട്ടുണ്ട്. അത് രണ്ടും ട്രൂ ആണ്. അത് റീസൺ എന്നത് അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. അപ്പോൾ C ആണ് ഉത്തരം. ഇനി 20, which of the following statements correctly explains the relationship between seed certification agencies and seed testing laboratories? C ആണ്. Seed certification agencies use results from seed testing labs as a part of final certification decision. ഇനി 21ാമത്തെ, 2 identical individuals in A and B in market, each with individual demand for commodity X as given in table. The market demand QDX is ഇവിടെ തന്നിരിക്കുന്നതിൽ B ആണ് 0, 8, 16 എന്നുള്ളത്.
ഇനി 22 a given good violates the law of demand due to C ആണ് സ്ട്രോങ് ഇൻകം ഇഫക്റ്റ് ഔട്ട്വേയിങ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. 23 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് വേൾഡ് മാർക്കറ്റ്സ് എന്നുള്ളതാണ്. 24 എ സ്ട്രാറ്റജി വേർ എ കമ്പനി സെറ്റ്സ് എ ഹൈ പ്രൈസ് ഇനീഷ്യലി ആൻഡ് ലോവേഴ്സ് ഇറ്റ് ഓവർ ടൈം ഈസ് കോൾഡ്. ബി ആണ് സ്കിമ്മിങ് പ്രൈസിങ്. 25 if an indifference curve is horizontal, this would mean that consumer is saturated with a commodity X only എന്നുള്ളത്. 26 a small farmer with a low income may have B ആണ് marketed surplus higher than marketable surplus. ഇനി 27 the individual demand curve for a commodity represents a maximum boundary of the individual's intentions. 28 a company segments is market based on how often customers use a product. This is an example of C behavioral segmentation. ഇനി 29 if the MU of the last unit of X consumed is twice the MU of the last unit of Y consumed, the consumer is in equilibrium only if A the price of X is twice the price of Y എന്നുള്ളത്. ഇനി 30 a health food company targets consumers who enjoy yoga, meditation and plant-based diets. This is an example of B ആണ് psychographic segmentation. ഇനി 31 DNA is composed of a backbone of sugar and phosphate. The ring-shaped monosaccharide molecule in DNA structure is A ആണ് ribose. ഇനി 32 the correct statement about amino acid methionine is C ആണ് methionine is deficient in pulses. 33 the incorrect statement about coconut oil is A ആണ് cholesterol is present in coconut oil എന്നുള്ളത്. 34 the start codon for protein synthesis in mRNA is C ആണ് AUG എന്നുള്ളത്. 35 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് 3 മാത്രമാണ് റോങ് ആയിട്ടുള്ളത്. ഇനി 36 ഓക്സിജൻ ദാറ്റ് ആനിമൽസ് ബ്രീത്ത് ഇൻ ഗോസ് ടു ബി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ ആൻഡ് വാട്ടർ ഇസ് ഫോംഡ്. 37 ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ആൻസർ അബൌട്ട് നൈട്രജൻ അസിമിലേഷൻ ഇൻ പ്ലാന്റ്സ്. എ ആണ് ദ ഫസ്റ്റ് ഫോംഡ് അമിനോ ആസിഡ് ഡ്യൂറിങ് ദ അസിമിലേഷൻ ഈസ് ഗ്ലൂട്ടമിൻ. 38 പാത്വേ ഇൻവോൾവ് ഇൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റി ആസിഡ്. ബി ആണ് ബീറ്റ ഓക്സിഡേഷൻ. 39 ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഫോട്ടോസിന്തസിസ്. അത് ഡി ആണ് ഫസ്റ്റ് ഷുഗർ പ്രൊഡ്യൂസ്ഡ് ഫ്രം കാൽവിൻ സൈക്കിൾ ഈസ് ഗ്ലൂക്കോസ് എന്നുള്ളതാണ്. ഇനി 40 എ ഫാമർ സ്പ്രേഡ് abscisic acid on his crop for improving drought tolerance. What would be the outcome? C ആണ് yield will reduce എന്നുള്ളത്. 41 which of the following second messengers gets diffused in the plane of the plasma membrane? A ആണ് diacyl glycerol എന്നുള്ളത്. 42 the antibiotics puromycin, neomycin and chloramphenicol inhibit translation by C ആണ് binding with the ribosome. 43 make the right combination of Nobel laureate and Nobel winning finding. ഇവിടെ തന്നിരിക്കുന്നത് 1 C 2 A 3 D 4 B, അതായത് D ആണ് ഉത്തരം. ഇനി 44 വേരിയസ് enzymes are involved in transcription, translation and replication. Which statement is incorrect? അത് ഇവിടെ തന്നിരിക്കുന്നത് ഒക്കെ ശരിയാണ്. അപ്പോൾ D ആണ് none of the above. ഇനി 45 കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻസറസ് സെൽസിനെ കുറിച്ച് ഇവിടെ 3 ശരിയാണ്. അപ്പോൾ ഡി ആണ് ഓൾ ഓഫ് ദ എബോവ്. ഇനി 46 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അത് വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് വിത്ത് റിഗാർഡ് ടു ദീസ് പോളിമെറൈസസ്? അത് ഓൺലി 1 A ആണ്. ഇനി 47 നോട്ട് കറക്റ്റ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയെ കുറിച്ച് ബി ആണ്. ഇനി 48 റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ബി ആണ് റോങ് ആയിട്ടുള്ളത്. ഇനി 49 ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ട്രാൻസ്പോർസൻസ്. അത് ഡി ആണ് നൺ ഓഫ് ദ എബോവ് എന്നുള്ളത്. ഇനി 50 കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സി ആണ്. ഫംഗൽ ടോക്സിൻ ആൽഫ അമാനിറ്റിൻ ഹാസ് ഇൻഹിബിറ്ററി ഇഫക്റ്റ് ഓൺ RNA പോളിമറൈസ് 2 എന്നുള്ളത്. ഇനി 51 DNA പോളിമറൈസ് വിത്ത് പ്രൂഫ് റീഡിംഗ് ആക്ടിവിറ്റി യൂസ്ഡ് ഇൻ PCR ഷുഡ് ഡെഫിനറ്റ്ലി പൊസസ് ദ ഫോളോയിങ് ആക്ടിവിറ്റി. ബി ആണ് 3,5 എക്സോന്യൂക്ലിയേസ് എന്നുള്ളത്. ഇനി 52 വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്കുലർ മാർക്കേഴ്സ് ക്യാൻ
ഡിസ്റ്റിങ്ക്വിഷ് ഹോമോസൈഗസ് ആൻഡ് ഹെട്രോസൈഗസ്, അത് ബി ആണ്. 1ഉം 2ഉം ആണ്. SSR എന്നുള്ളതും RFLP എന്നുള്ളതും ബി ആണ് ഉത്തരം. ഇനി 53 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് സി ആണ്. ഐദർ ദ എൻഡ്സ് ആർ സിംഗിൾ സ്ട്രാൻഡഡ് ഓർ ദേ ആർ ഡബിൾ സ്ട്രാൻഡഡ് എന്നുള്ളത്. ഇനി 54 ബ്ലൂ വൈറ്റ് സ്ക്രീനിങ്, വാട്ട് ഡു ബ്ലൂ കോളനീസ് റെപ്രസെൻറ്റ്? ബി ആണ്. സെൽസ് വിത്ത് റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡ്സ് കണ്ടെയ്നിങ് എ ന്യൂ ഇൻസേർട്ട് എന്നുള്ളത്. ഇനി 55 ദ ഫിഷ് ടെക്നിക് ഈസ് യൂസ്ഡ് ഫോർ, സി ആണ്. ലൊക്കേറ്റിംഗ് ആൻഡ് വിഷ്വലൈസിങ് എ സ്പെസിഫിക് DNA സീക്വൻസ്. ഇനി 56 വെൽവെറ്റ് റോസ് ഈസ് എ കമേഴ്ഷ്യൽ വെറൈറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ, ബി ആണ്. സോമാക്ലോണൽ വേരിയേഷൻ. ഇനി 57 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് എ ആണ്. ഡി ഡിഫറൻഷിയേഷൻ എന്നുള്ളത്. 58 വിച്ച് ടെക്നിക് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്റ്റെറിലൈസിങ് ടിഷ്യൂ കൾച്ചർ മീഡിയം എന്നുള്ളത് എ ആണ്. മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. ഇനി 59 എ പേറ്റൻറ്റ് ഈസ് ഗ്രാൻറ്റഡ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ്, എ ആണ്. 20 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഫയലിംഗ് എന്നുള്ളത്. 60 വിച്ച് ഓഫ് ദ ഫോളോയിങ് cannot be considered a bioethics principle? എ ആണ്. മാലിഫിസൻസ്. ഇനി 61 വാട്ട് ഡസ് GIS സ്റ്റാൻഡ് ഫോർ? സി ആണ്. ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളത്. 62 വിച്ച് ഗ്യാസ് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ആസിഡ് റെയിൻ? അത് സൾഫർ ഡയോക്സൈഡ്, ഡി ആണ്. 63 മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്? അത് എ ആണ്. കൺസേർവ് ഫോറസ്റ്റ് ആൻഡ് റെഗുലേറ്റ് ദെയർ നോൺ ഫോറസ്റ്റ് യൂസ്. ഇനി 64 എൻ്റെ ആൻസർ ബി ആണ്. ബയോ അക്യുമുലേഷൻ ആൻഡ് ബയോ മാഗ്നിഫിക്കേഷൻ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസസ് എന്നുള്ളത്. 65 ആൻസർ ഡി ആണ്. ഫൈറ്റോ എക്സ്ട്രാക്ഷൻ എന്നുള്ളത് ഡി ആണ്. ഇനി 66 വാട്ട് ഡസ് ദ ടേം കാർബൺ ഫുട് പ്രിൻറ്റ് റെഫർ ടു എന്നുള്ളത് ബി ആണ്. ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഇനി 67 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മേജർ കമ്പോണൻറ്റ് ഓഫ് ദ ബയോഫിലിം മാട്രിക്സ് എന്നുള്ളത് സി ആണ്. എക്സ്ട്രാ സെല്ലുലാർ പോളിമറിക് സബ്സ്റ്റൻസസ്. ഇനി 68 കാർബൺ ക്രെഡിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെയാണ്. പ്ലാന്റിംഗ് ട്രീസ് ആൻഡ് യൂസിങ് ക്ലീൻ ടെക്നോളജീസ്, എ ആണ്. ഇനി വാട്ട് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ് ഈസ് എ ട്രിക്ലിംഗ് ഫിൽട്ടർ ക്ലാസിഫൈഡ് അണ്ടർ? ബി ആണ്. സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്. ഇനി 70 വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് വേസ്റ്റ് ഈസ് കൺസിഡർഡ് ഹസാർഡസ്? എ ആണ്. മെഡിക്കൽ വേസ്റ്റ് ഫ്രം ഹോസ്പിറ്റൽസ് എന്നുള്ളത്. ഇനി 71 ഫോറസ്ട്രീനെ ഡിഫൈൻ ചെയ്യുന്നത് ബി ആണ്. മാനേജ്മെൻറ്റ് ആൻഡ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റംസ് ഫോർ ഹ്യൂമൻ ബെനിഫിറ്റ് എന്നുള്ളത്. ഇനി 72 വിച്ച് ബ്രാഞ്ച് ഓഫ് ഫോറസ്ട്രി ഫോക്കസസ് ഓൺ റേസിംഗ് ട്രീസ് ഔട്ട്സൈഡ് ട്രഡീഷണൽ ഫോറസ്റ്റ് സച്ച് ആസ് ആൻഡ് ഫാംസ് ഓർ അർബൻ ഏരിയസ്? ബി ആണ്. സോഷ്യൽ ഫോറസ്ട്രി. ഇനി 73 വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സിൽവി കൾച്ചർ? അത് സി ആണ്. റേസിംഗ് ആൻഡ് ടെൻഡിങ് ഫോറസ്റ്റ് ക്രോപ്സ് എന്നുള്ളത്. ഇനി 74 മധ്യപ്രദേശാണ് ഹയസ്റ്റ് ഫോറസ്റ്റ് കവർ, ബി ആണ്. ഇനി 75 ഫാദർ ഓഫ് സയൻറ്റിഫിക് ഫോറസ്ട്രി? അത് എ ആണ്. ഡൈട്രിക് ബ്രാൻഡിസ് എന്നുള്ളത്. ഇനി 76 ബി ആണ്. ഫൈലോഡ്സ് ആൻഡ് യെല്ലോ സ്പൈക്ക് ഇൻഫ്ലോറസൻസ് എന്നുള്ളത്. ഇനി 77 എ ആണ്. വിൻഡ് സ്പീഡ് എന്നുള്ളത് ഏത് ക്ലൈമാറ്റിക് ഫാക്ടറാണ് മോസ്റ്റ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ഫോറസ്റ്റ് ഇവോപ്പോ ട്രാൻസ്പിറേഷൻ എന്നുള്ളത്? വിൻഡ് സ്പീഡ് എ ആണ്. ഇനി 78 ഇൻ സോയിൽ ഫോർമേഷൻ വാട്ട് റോൾ ഡസ് ദ പാരൻറ്റ് റോക്ക് പ്ലേ? ബി ആണ്. റെഗുലേറ്റ്സ് pH ആൻഡ് മിനറൽ കണ്ടൻറ്റ് എന്നുള്ളത്. ഇനി 79 വിച്ച് കൈൻഡ് ഓഫ് തിന്നിങ് ഈസ് ഡൺ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് റിഗാർഡ്ലെസ് ഓഫ് ട്രീ ക്വാളിറ്റി? ബി ആണ്. മെക്കാനിക്കൽ തിന്നിങ്. ഇനി 80 ഡി ആണ്. ക്ലൈമാക്സ് സ്റ്റേജ്. ഇനി 81 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അത് കറക്റ്റ് 1ഉം 2ഉം 3ഉം കറക്റ്റ് തന്നെയാണ്, അപ്പോൾ എ ആണ്. ഇനി 82 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ 1ഉം 2ഉം മാത്രമേ കറക്റ്റായിട്ടുള്ളൂ. ഇനി 83 3 സ്റ്റേറ്റ്മെൻറ്റിൽ കറക്റ്റ് 1ഉം 2ഉം 3ഉം കറക്റ്റാണ്, എ ആണ് ഉത്തരം. 84 സ്റ്റേറ്റ്മെൻറ്റ് 1 2 3 ആൻഡ് 4 എ ആണ് ഉത്തരം. ഇനി 85 ബി ആണ്. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 എന്നുള്ളതാണ്. 86 ബി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2. 87 എ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 2 3 4 എന്നുള്ളത്. 88 എ തന്നെയാണ്. 89 എ തന്നെയാണ്. 90 എ തന്നെയാണ്. ഇനി 91 ബി ആണ്. 25 92 ഡി ആണ്. 3ഉം 4ഉം ആണ്. 93 ബി റേ എന്നുള്ളതാണ്. 94 സി ആണ് ആൻസർ. 95 എ ആണ്. സോയിൽ കൺസർവേഷൻ. 96 ഡി ആണ്. 1 2 and 3. 97 സി ആണ്. 1 3 and 4. 98 ഇൻ്റർപൊളേറ്റഡ്. 99 ICRAF